ഈ കാലഘട്ടത്തിൽ പ്രോ ലൈഫിൻ്റെ പ്രസക്തിയും പ്രോ ലൈഫിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കണം. പ്രോ ലൈഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒത്തിരി സാധ്യതയും പ്രത്യാശയും അതുപോലെ തന്നെ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടമാണിത്. ഞാൻ അക്കാര്യം സൂചിപ്പിക്കുമ്പോൾ പ്രോ ലൈഫ് എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ആഗോള തലത്തിലുള്ള ഒരു ദർശനമാണ്. ജീവൻ്റെ സംസ്കാരം പൊതുസമൂഹത്തോടും സഭയോടും പറയുന്ന ആശയങ്ങൾ, കർമ്മപദ്ധതികൾ, പഠനങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഇതൊരു പ്രാർത്ഥന സമൂഹം മാത്രമല്ല, പ്രാർത്ഥനയിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ചൈതന്യം അത് പ്രവർത്തനത്തിലൂടെ സമൂഹത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക് എത്തിക്കുന്ന അവരുടെ ജീവൻ്റെ സംരക്ഷണം, ജീവസമൃദ്ധി, അതിൻ്റെ സമഗ്ര സംരക്ഷണം പ്രോ ലൈഫിൻ്റെ ദർശനമാണ്. ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രോ ലൈഫിൻ്റെ ഇടപെടലുകളെ കുറിച്ച് ഒന്ന് പ്രോ ലൈഫ് ആഗോളതലത്തിലെ കത്തോലിക്ക സഭയിലെ വിദേശ രാജ്യങ്ങളിലെ വളരെ ശക്തമായ മാർച്ച് പ്രോ ലൈഫ് സമരങ്ങൾ, അബോർഷൻ ക്ലിനിക്കിന് മുന്നിലുള്ള ഇടപെടലൊക്കെ നമുക്കറിയാം അല്ലേ. ഇന്ത്യയിൽ വരുമ്പോൾ ഏറ്റവും മനോഹരമായ പ്രോ ലൈഫിൻ്റെയും കുടുംബ പ്രേക്ഷിത പ്രവർത്തനങ്ങളുള്ളത് കേരള സഭയിലാണ്. കേരള സഭയുടെ ഫാമിലി കമ്മീഷനോട് ചേർന്നാണ് KCBCയിലും രൂപതകളിലും പ്രവർത്തിക്കുന്നത്. എന്നാൽ സിറോ മലബാർ സഭയിൽ മാത്രം പ്രോ ലൈഫ് അപ്പോസ്റ്റലേറ്റിന് പ്രത്യേകമായൊരു സംവിധാനമുണ്ട്. അതിൻ്റെ ചുമതലയാണ് സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കുള്ളത്. അപ്പം നമ്മൾ രൂപതകളിലെ പ്രോ ലൈഫ് സംവിധാനം കുടുംബ പ്രേക്ഷിത വിഭാഗത്തോടൊപ്പമുള്ള അൽമാരുടെ ഒരു പ്രവർത്തന വേദിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ജീവൻ്റെ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഒന്ന് ഏറ്റവും നമ്മൾ ആദ്യമായിട്ട് സൂചിപ്പിക്കുക അബോർഷനെതിരെ. ഉദരത്തിലെ കുഞ്ഞ് ജനിക്കട്ടെ, അത് ജീവിക്കട്ടെ. ഉദരത്തിലെ കുഞ്ഞിൻ്റെ സംരക്ഷണം, അവകാശം അത് ആ കുഞ്ഞിന് പറയാൻ പറ്റില്ല. ആ കുഞ്ഞിന് അവകാശമുണ്ട്. ആ കുഞ്ഞ് രൂപപ്പെടുന്ന നിമിഷം മുതൽ അപ്പം അതിൻ്റെ ചിന്തകൾ, പഠനങ്ങൾ സമൂഹത്തോട് പറയുക, പ്രാർത്ഥിപ്പിക്കുക. ഒപ്പം തന്നെ ആ കുഞ്ഞ് നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള നിരവധി സാഹചര്യങ്ങളുണ്ട്. ബലാത്സംഗം സംഭവിക്കാം, അക്രമം സംഭവിക്കാം, അറിയാതെ സംഭവിക്കാം. മറ്റൊന്ന്, അറിഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൊല്ലുന്നവരുണ്ട്. കത്തോലിക്കരായ കുടുംബങ്ങളും എല്ലാവരും ഉണ്ട്. ചിലരൊക്കെ ഞങ്ങളുടെ ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഒരു കയ്യിൽ ജപമാലയും പിടിച്ചുകൊണ്ട് 2 മാസമായി 3 മാസമായി ഞങ്ങൾക്ക് വിദേശത്ത് പോകണം, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ അറിയാതെ കുഞ്ഞ് ഉണ്ടായതാണ്, കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ കൊല്ലുകയാണെന്ന് അറിയാതെ അബോർഷന് വേണ്ടി ആവശ്യപ്പെടുന്ന എല്ലാ മതസമൂഹത്തിലും ഉണ്ട്, നമ്മളെ ഉണ്ട്. അപ്പം അത് ആരും അനുവദിക്കാറില്ല. വിശ്വാസമുള്ള ഒരു ഡോക്ടറോ വിശ്വാസമുള്ള ഒരു ബോധ്യമുള്ള കത്തോലിക്ക ദർശനമുള്ളവരാരും അതിനെ അനുവദിക്കില്ല. ആ കുഞ്ഞ് വളരാനേ ചെയ്യുള്ളൂ. അടുത്ത കാലത്ത് നല്ല നമുക്കിപ്പോഴും നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് കോടതികളിൽ വരും. 28 ആഴ്ച, 30 ആഴ്ച, കഴിഞ്ഞ ആഴ്ച 32 ആഴ്ച അവർ അബോർഷന് വിധേയമാകണമെന്ന അപേക്ഷ കോടതിക്ക് കൊടുക്കുന്നു. അത് ഒരുപക്ഷേ മിക്കവാറും അവർ അവിഹിത ബന്ധമാകാം. അതല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെ പറയുകയാണ് അവരുടെ കുഞ്ഞിന് ശാരീരിക വൈകല്യമുണ്ട്, ഡോക്ടർ മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, അവിടെ കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ 30 ആഴ്ച, 32 ആഴ്ചയായി. അപ്പോൾ ഡോക്ടർമാരെന്ത് ചെയ്യും? ഇവരെ കോടതിയിലൂടെ വിടും. കോടതി അനുവദിച്ചു എന്ന വാർത്ത വരുമ്പോഴത്തേക്കും അബോർഷൻ നടന്നിരിക്കും. ഹൈക്കോടതിയിലാണ് വരിക, നമ്മളറിയില്ല. ഇങ്ങനെയുള്ള 2-3 സംഭവങ്ങളുണ്ട്. ഏറ്റവും അടുത്ത് അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് നിയമപരമായ കാരണത്താൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുഞ്ഞ് അവളുടെ സഹോദരനാൽ ഗർഭം ധരിച്ചു എന്നും 32 ആഴ്ചയായി അത് അബോർഷൻ്റെ കേസാണ് വരുന്നത്. അപ്പോൾ ഈ സംഭവം അറിയുമ്പോഴത്തേക്ക് നമുക്ക് അറിഞ്ഞുകൂടെ എവിടെയാണെന്ന്, വിശദാംശങ്ങൾ കിട്ടില്ല. അതിൻ്റെ ഓർഡർ കിട്ടാൻ വിഷമമാണ്. എങ്കിലും ഞങ്ങൾ പല വിധത്തിൽ കണ്ടെത്തുന്നു. അബോർഷൻ അല്ലെങ്കിൽ കുഞ്ഞിനെ പ്രസവത്തിന് ഒരുക്കുന്ന ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടു. അതൊക്കെ രഹസ്യമായ ചില പ്രവർത്തനങ്ങളാണല്ലോ. കൗൺസിലർമാർ, ഡോക്ടർമാർ, അവർ ആ കുഞ്ഞിനും 14 വയസ്സുള്ള കുഞ്ഞ് ആങ്ങളെയാണ് കാരണക്കാരൻ. അപ്പോൾ ആ കുടുംബം ഒരുപക്ഷെ കൂട്ടെ ആത്മഹത്യക്ക് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഉദരത്തിലെ കുഞ്ഞ് ജീവിക്കണം, ആ കുടുംബം മൊത്തം ആത്മഹത്യ ചെയ്യരുത്. വലിയൊരു മാനസിക പ്രശ്നമാണ്. അപ്പോൾ അധികമാരും അറിയാതെ പല വിധത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള ഡോക്ടർമാർ, നേഴ്സുമാർ, അതുപോലെ സാമൂഹ്യ പ്രവർത്തകർ, അഭിഭാഷകർ, ഇവരെയൊക്കെ ബന്ധപ്പെടുത്തി ആ ഡോക്ടർമാരോട് അവരെ കുഞ്ഞിനെ സ്വീകരിക്കാൻ സന്നദ്ധമാണ്. ആ കുടുംബത്തോട് ആ കുഞ്ഞിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ദത്തെടുക്കാൻ തയ്യാറാണ്, സന്നദ്ധ സാഹചര്യം ഒരുക്കാം. ചുരുക്കത്തിൽ ആ 14 വയസ്സുള്ള കുട്ടി പ്രസവിച്ച കുഞ്ഞിനെ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് സുരക്ഷിതമായിരിക്കുന്നു. ആ കുഞ്ഞിന് സർക്കാർ ദത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. കുഞ്ഞിന് അസുഖങ്ങളൊന്നും വരാതിരുന്നാൽ മതി. വലിയൊരു പ്രതിസന്ധി ആ കുടുംബത്തിലുണ്ട്. എങ്കിലും വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് അവരെ ആ കുഞ്ഞിനെ ജീവൻ ഉറപ്പുവരുത്തുവാനുള്ള സംഘാതമായ പ്രവർത്തനം നടത്തി ഞങ്ങളുടെ ബിഷപ്പ് പോളാൻ്റെ മുല്ലശ്ശേരി പിതാവും സമിതിയിലുള്ള അംഗങ്ങളും പ്രാർത്ഥിക്കുകയും പ്രവർത്തനത്തിലൂടെയൊക്കെ ഇടപെട്ടതാണ് ഒരു സംഭവം. ഇങ്ങനെ തന്നെ ഞങ്ങൾ മറ്റൊരു കേസ് കഴിഞ്ഞ വർഷം ഞാനത് ഹൈക്കോടതിക്ക് അപേക്ഷ കൊടുത്തതാണ്. പത്തനംതിട്ടയിലൊരു കുടുംബം അവർ പറയുകയാണ് 35-32 വയസ്സുള്ള ആദ്യത്തെ കുഞ്ഞാണ്.
മെഡിക്കൽ റിപ്പോർട്ടിൽ എന്തോ വൈകല്യം ഉണ്ടെന്ന് പറഞ്ഞ് അവർ വേണ്ടെന്ന് വെക്കുന്നു. എന്താ സംഭവിച്ചത്? ആ കുഞ്ഞിനെ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുമെന്ന് പറഞ്ഞ കേരള ഹൈക്കോടതിയിൽ തൃശ്ശൂർ ക്രിസ്റ്റീന ഹോമിൻ്റെ ഒരു കത്ത് കൊടുക്കുക. ഒരു പക്ഷേ ലോക ചരിത്രത്തിൽ ആദ്യമായിരിക്കും. എന്താണ് അവർ എഴുതിയത്? ഇത്രാം നമ്പർ കേസിലെ കുഞ്ഞ് ഏത് വൈകല്യത്തോടെ ജനിക്കുകയാണെങ്കിലും ആ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിച്ച് ദത്ത് എടുത്ത് വളർത്തിക്കൊള്ളാമെന്ന് കോടതിയോട് പറഞ്ഞതാണ്. ഒപ്പം തന്നെ മറ്റൊരു സന്നദ്ധ പ്രോലൈഫ് ഗ്രൂപ്പ് പറഞ്ഞു, പ്രസവം അടക്കമുള്ളവരുടെ സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടല്ലോ കുഞ്ഞിനെ, നിങ്ങളെ പ്രസവിച്ചോളൂ, ചിലവ് ഞങ്ങളെടുക്കാം. അങ്ങനെ വാഗ്ദാനം ചെയ്യുവാൻ പ്രോലൈഫിൻ്റെ ഒരു പ്രവർത്തകർക്കേ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ കേസിൽ ജഡ്ജി നമ്മുടെ വാദം കേട്ടില്ല. അവർ മാതാപിതാക്കൾക്ക് വേണ്ട അവരെ അനുവദിച്ചു കൊടുക്കുകയും ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. എങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ വേദനയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രോലൈഫിൻ്റെ പ്രവർത്തനം എന്നത് അബോർഷനെതിരെയുള്ള ബോധപൂർവമായ വരാതിരിക്കാൻ പ്രവർത്തനങ്ങൾ, പ്രാർത്ഥനകൾ, ഇടപെടലുകൾ. പിന്നെ മാത്രമല്ല, ഈ ഉദരത്തിലെ കുഞ്ഞ് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ ജനിച്ച ആൾക്കാരൊക്കെ ജീവിക്കേണ്ടതുണ്ട്. മൂകര്, ബധിരര്, ഭിന്നശേഷിക്കാർ. അപ്പോൾ ഏതെല്ലാം അവസ്ഥയിൽ ജീവന് പ്രതിസന്ധി നേരിടുന്നോ അവിടെയൊക്കെ സംരക്ഷണവും കർമ്മപദ്ധതികളും സഹായ പദ്ധതികളും ഒക്കെ ആവിഷ്കരിക്കുവാൻ സമൂഹത്തെ ഒരുക്കൽ നമ്മുടെ ഒരു ദൗത്യമാണ്. അപ്പോൾ സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, ഇത് ഇതര മതങ്ങളിൽപ്പെട്ട ജീവൻ്റെ സംരക്ഷകരായവരുടെ ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള നിയമവ്യവസ്ഥ ഈ പ്രോലൈഫിനെ ഒരുപക്ഷെ സപ്പോർട്ടീവായിട്ടാണോ അതോ എന്തെങ്കിലും നമുക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ അങ്ങനെ ഏതെങ്കിലും മാറി വരുന്ന നിയമ പശ്ചാത്തലങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. സ്വവർഗ രതിയെ നമ്മളത് സ്വവർഗ സഹവാസം നമ്മൾ പറയും. നമ്മളൊരിക്കലും അതിന് വിവാഹം എന്ന വാക്കുപോലും ഉപയോഗിക്കില്ല. ലൈംഗിക വൈകൃതമുള്ള ഒരു സമൂഹം അവരെങ്ങനെയാണ് വിവാഹം എന്ന് പറയുന്നത്? ഒത്തുവസിക്കാൻ തയ്യാറാവുമ്പോൾ പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളും കുടുംബം ഉണ്ടാകുക? അപ്പം നമ്മുടെ രാജ്യത്തടക്കം ധാർമ്മികമായ ജീവന് എതിരായുള്ള കുഞ്ഞുങ്ങളും വേണ്ട, കുടുംബവും വേണ്ട, എല്ലാ വിധത്തിലുള്ള സിനിമകൾ, മയക്കുമരുന്ന് വർദ്ധിക്കുന്ന പോലെ തന്നെ ജീവൻ്റെ സംസ്കാരത്തിന് വിരുദ്ധമായ ചിന്തകളും നിയമങ്ങളും പഠനങ്ങളും മുന്നേറ്റങ്ങളുമാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ എല്ലാ മതവിശ്വാസികൾക്കും ഈശ്വരവിശ്വാസമുള്ളവർക്കൊക്കെ ബാധ്യതയുണ്ട്. എന്നാൽ പ്രത്യേകം വിളിക്കപ്പെട്ട ഒരു സമൂഹമാണ് കത്തോലിക്ക സഭയിലെ പ്രോലൈഫിൻ്റെ പ്രവർത്തകർ. അതുകൊണ്ട് എല്ലാ രൂപതകളിലും, എല്ലാ ഇടവകളിലും, എല്ലാ ആശുപത്രികളിലും, അതായത് ചെറിയൊരു അസുഖം വന്നാൽ കുഞ്ഞിനെന്തോ കുഴപ്പമുണ്ടോ ഉടനെ അബോർഷൻ ചെയ്യുക, പേടിച്ചു പോയി അബോർഷൻ ചെയ്യുക. എത്രയോ അബോർഷൻ വേണമെന്ന് പറഞ്ഞ കേസിൽ ജനിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ലോകപ്രസിദ്ധരായി വളരുന്നു ഒരു കുഴപ്പമില്ലാതെ. അതുകൊണ്ട് ഡോക്ടർമാർ പറയുന്നത് കേട്ട് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുന്നവർ വലിയ തിന്മയാണ് ചെയ്യുന്നത്.